ഹൈന്ദവരുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആനകൾക്ക് പരമപ്രധാനമായ സ്ഥാനമാണുള്ളത്. കേരളത്തിലെ ക്ഷേത്രോത്സവ ചടങ്ങുകളിലും തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിലും ആനയുടെ പുറത്തേറിയാണ് ഈശ്വരന്മാർ എഴുന്നള്ളുന്നത്. ആനകൾ എങ്ങനെയാണ് നമ്മുടെ ഉത്സവത്തിലെ അവിഭാജ്യ ഘടകമായത്? ആനകൾക്ക് ഭാരത സംസ്കൃതിയിലും പുരാണത്തിലുമുള്ള സ്ഥാനമെന്താണ്? നമുക്ക് പരിശോധിക്കാം. ആനയുടെ ഉത്ഭവത്തെപ്പറ്റി വാൽമീകി രാമായണത്തിൽ ഒരു സൂചനയുണ്ട്. ബ്രഹ്മാവിന്റെ പുത്രനായ മരീചിക്ക് കശ്യപൻ എന്ന സുതൻ ജനിച്ചു. കശ്യപൻ ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായ അദിതി, ദിതി, ധനു, കാളിക, താമ്ര, ക്രോധവശ, മനു, അനല എന്നിവരെ വിവാഹം കഴിച്ചു. അവരിൽ ക്രോധവശയ്ക്ക് മൃഗി, മൃഗമന്ദ, ഹരി, ഭദ്രമത, മാതംഗി, ശാർധൂലി, ശ്വേത, സുരഭി, സുരസ, കദ്രു എന്ന് പറഞ്ഞ് 10 മക്കളുണ്ടായി. അവരിൽ മാതംഗിയുടെ പുത്രന്മാരായി ലോകത്തിൽ ആനകൾ ഉത്ഭവിച്ചു എന്നാണ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 14-ാം സർഗത്തിൽ പരാമർശിക്കുന്നത്. ആനയുടെ നാക്ക് അകത്തേക്ക് വളഞ്ഞിരിക്കുന്നതിനെ പറ്റി മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. ഭൃഗു എന്ന മഹർഷി അഗ്നിയെ ശപിച്ചു. ശാപമേറ്റ് വിഷണ്ണനായ അഗ്നി 3 ലോകത്തിലും ചുറ്റി നടന്നു. ദേവന്മാർ അഗ്നിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. അഗ്നി ഒളിച്ചിരിക്കുന്ന സ്ഥലം ആനകൾ ദേവന്മാർക്ക് കാണിച്ചു കൊടുത്തു. ഇതിൽ കുപിതനായ അഗ്നി ആനകളുടെ നാവ് അകത്തേക്ക് വളഞ്ഞിരിക്കട്ടെ എന്ന് ശപിച്ചു എന്നാണ് മഹാഭാരതം അനുശാസന പർവം 85-ാം അധ്യായം 36-ാം പദ്യത്തിൽ കാണുന്നത്. ആനകളുടെ ലക്ഷണങ്ങളെയും ചികിത്സകളെയും പറ്റി അഗ്നിപുരാണത്തിൽ ഇങ്ങനെ കാണുന്നു. നീണ്ട തുമ്പിയും നെടുതായ ഉച്ഛ്വാസവുമുള്ള ആനകൾ ഉയർന്ന തരക്കാരാകുന്നു. അവ നല്ല സഹനശീലമുള്ളവയായിരിക്കും. 18 20 നഖമുള്ളവയും ശീതകാലത്തിൽ മദം പൊട്ടുന്നവയുമായ ആനകൾ ശ്രേഷ്ഠങ്ങളത്രേ. വലത്തെ കൊമ്പ് തെല്ലൊന്നുയർന്നിരിക്കുക, ചിഹ്നം വിളി ഇടിനാഥം പോലെ മുഴങ്ങുന്നതായിരിക്കുക, ചെവികൾ വിസ്താരമുള്ളതായിരിക്കുക എന്നീ ലക്ഷണങ്ങളും ത്വക്കിന്മേൽ സൂക്ഷ്മങ്ങളായ ബിന്ദുക്കളും പുള്ളികളും ഉള്ള ഗജങ്ങൾ ഉത്തമങ്ങളാകുന്നു. അങ്ങനെയല്ലാത്തവയും ഉയരമില്ലാത്തവയുമായ ആനകൾ ലക്ഷണമൊത്തവയല്ല. അത്തരത്തിലുള്ളവയെ പിടിക്കരുത്. അപ്രകാരം തന്നെ പാർശ്വഗർഭിണികളായ പിടിയാനകളും മൂഢരായ ഗജങ്ങളും പിടിച്ചിണക്കുവാൻ നല്ലവയല്ല. വർണ്ണം, സത്വം, ബലം, രൂപം, കാന്തി, ശരീരഗുണം, വേഗം ഈ 7ഉം തികഞ്ഞിട്ടുള്ള ഗജം യുദ്ധക്കളത്തിൽ ശത്രുക്കളെ ജയിക്കും, സംശയമില്ല. ആനകൾ സേനാനിവേശത്തിനും സൈന്യത്തിനും ശ്രേഷ്ഠമായ അലങ്കാരമാകുന്നു. രാജാവ് യുദ്ധത്തിൽ ആനകളെ കൊണ്ട് നേടുന്ന ജയത്തെ വിദ്വാൻമാർ ബഹുമാനിക്കുന്നു. ആനകൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങളിലും അനുവാസനം ചെയ്യേണ്ടതാണ്. നെയ്യും എണ്ണയും തേച്ചു കുളിപ്പിക്കുന്നതും നല്ലതാണ്. ആനയ്ക്ക് പാണ്ഡുരോഗങ്ങളുണ്ടായാൽ ഗോമൂത്രമോ മഞ്ഞൾ, മരമഞ്ഞൾ എന്നിവ ചേർത്ത നെയ്യോ നല്ലതാകുന്നു. ആനാഹം ഉണ്ടായാൽ എള്ളെണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് ഉത്തമമത്രേ. കുടിക്കുവാൻ പഞ്ചലവണങ്ങൾ, വാരുണീമദ്യം എന്നിവ കൊടുക്കാം. ആനകൾക്ക് മോഹാലസ്യം ഉണ്ടായാൽ വീഴാലരി, ത്രിഫല, ചുക്ക്, മുളക്, തിപ്പലി ഇവ ചേർത്തുരുട്ടിയ ഉരുളകൾ ഭുജിപ്പിക്കുകയും തേൻ പകർന്ന വെള്ളം കുടിപ്പിക്കുകയും വേണം. തലയ്ക്കു വേദനയുണ്ടായാൽ എണ്ണ തേപ്പിക്കുന്നതും നസ്യം ചെയ്യുന്നതും നല്ലതാകുന്നു. ആനകൾക്ക് കാലടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്നേഹപുടങ്ങളെ കൊണ്ട് ചികിത്സിക്കണം. പിന്നെ കൽക്കണ്ട കഷായങ്ങളെ കൊണ്ട് ശോധനം ചെയ്യുവാനും വിധിച്ചിട്ടുണ്ട്. വിറവുള്ള ഗജങ്ങളെ തിപ്പലിയും കുരുമുളകും പൊടിച്ച് മയിൽ, തിത്തിരപ്പക്ഷി, ലാവമെന്ന പക്ഷി ഇവയുടെ മാംസരസങ്ങൾ കൂട്ടി ഭോജനം ചെയ്യിക്കണം. അതിസാരമുള്ള ആനയ്ക്ക് ഇളയ കൂവളക്കായ്, പാച്ചൊറ്റിത്തൊലി, താതിരിപ്പൂവ് ഇവയുടെ പൊടിയും പഞ്ചസാരയും കൂട്ടി കുഴച്ച ഉരുള കൊടുക്കണം. കരഗ്രഹം എന്ന രോഗമുണ്ടായാൽ ഈന്തപ്പൂ ചേർത്തതായ നെയ്യുകൊണ്ട് നസ്യം ചെയ്യണം. മുത്തങ്ങ കഞ്ഞിയിൽ തിപ്പലിയും ചുക്കും ജീരകവും ചേർത്ത് കൊടുക്കുകയുമാവാം. കർണരോഗം, ചെവിക്കുത്ത് എന്ന രോഗമുണ്ടായാൽ പന്നിമാംസം കൊടുക്കണം. ഗളഗ്രഹം അഥവാ കഴുത്തിൽ പിടിച്ചു വലിക്കുന്നതുപോലെയുള്ള വേദന എന്ന രോഗത്തിന് ദശമൂലം, മുതിരപ്പുളി, കാക്കപ്പനച്ചിവേര് ഇവ കൊണ്ട് കാച്ചിയ തൈലം തേപ്പിക്കുകയും ചങ്ങല കൊണ്ട് തളയ്ക്കുകയും വേണം. മൂത്രഭംഗം അഥവാ മൂത്രം ഒഴിഞ്ഞു പോകുന്നതിൽ പ്രതിബന്ധമുണ്ടായാൽ അഷ്ടലവണങ്ങൾ, അതായത് ഇന്ദുപ്പ്, വിളയുപ്പ്, കറുത്തുപ്പ്, വെടിയുപ്പ്, മണ്ണുപ്പ്, ഇലരുപ്പ്, തുവർച്ചലയുപ്പ്, കല്ലുപ്പ് എന്നിവ പൊടിച്ചിട്ട തെളിമദ്യം കൊടുക്കണം.
ത്വക്ക് രോഗങ്ങളിലൊക്കെയും വേപ്പെണ്ണ പുരട്ടുകയോ ആടലോടക വേര് കഷായം വെച്ചു കൊടുക്കുകയോ ചെയ്യണം. കൃമികോഷ്ടങ്ങളിൽ അഥവാ വയറ്റിൽ പുഴു വിഴാലരി പൊടിച്ചിട്ട് ഗോമൂത്രം കുടിപ്പിക്കണം. ക്ഷതമോ ക്ഷയമോ ഉണ്ടായാൽ ചുക്ക്, തിപ്പലി, മുന്തിരിങ്ങ ഇവയിട്ടുവച്ച പാലോ മാംസരസമോ കൊടുക്കണം. അരുചിയിങ്കൽ ചുക്കും മുളകും തിപ്പലിയും ചേർത്ത മുൽഗൗതനം അഥവാ ചെറുപയറും അരിയും കൂടി വെച്ച ചോറ് നല്ലതാണ്. ഗുൽമരോഗത്തിങ്കൽ ത്രികോൽപ കൊന്ന, ചുക്ക്, മുളക്, തിപ്പലി, കൊടുവേലിക്കിഴങ്ങ്, നാഗദന്തിവേര്, എരിക്കിൻവേര്, നാൽക്കോൽപ കൊന്ന, പാൽ, അത്തിത്തിപ്പലി എന്നിവ ചേർത്തോ ഇവ കൊണ്ട് കാച്ചിയതോ ആയ എണ്ണ സേവിക്കണം. ചെറുപയറിൻ ചാർക്കൂട്ടി നവയരിച്ചോറും കൊടുക്കാം. കടരോഗങ്ങളിൽ അഥവാ കവിളുവീർപ്പുകളിൽ ഇളയ കൂവളക്കായ് അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. എല്ലാവിധ വയറുവേദനകളിലും വീഴാലരി, കുടകപ്പാലയരി, കാതം, ചരളം, മഞ്ഞൾ, മരമഞ്ഞൾ ഇവയുടെ പൊടി കൂട്ടിക്കുഴച്ച ചോറുരുളകൾ രാവിലെ കൊടുക്കണം. ആനകൾക്ക് ഉത്തമാഹാരം നവരച്ചോറ്, വൃഹീയരിച്ചോറ്, ചെന്നല്യരിച്ചോറ് എന്നിവയാകുന്നു. യവച്ചോറും ഗോതമ്പ് ചോറും മധ്യമമത്രേ, മറ്റുള്ളവ അധമങ്ങളാകുന്നു. യവവും കരിമ്പും ഗജങ്ങൾക്ക് ബലം വർദ്ധിപ്പിക്കുന്നവയാകുന്നു. ഉണങ്ങിയ യവച്ചോറ് അവയ്ക്ക് ധാതുകോപമുണ്ടാക്കും. മദം കൊണ്ട് മെലിഞ്ഞുപോയ ഗജത്തിന് പാൽ കൊടുക്കുന്നതും ദീപനീയങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ടുണ്ടാക്കിയ മാംസം കൊടുക്കുന്നതും നല്ലതത്രേ. യുദ്ധത്തിൽ ആനകൾക്ക് വലിയ ആപത്തു നേരിട്ടാൽ കാക്ക, കോഴി, കുയിൽ മുതലായവയുടെ മാംസപിണ്ഡം തേൻ ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാകുന്നു. മുളക്, മത്സ്യം, വീഴാലരി, കാരം, പുട്ടൽ, പീരം, മരമഞ്ഞൾ ഈ മരുന്നുകളെ കൊണ്ടുള്ള പുകയേൽപ്പിക്കുന്നത് ആനകൾക്ക് ജയപ്രദമത്രേ. തിപ്പലി, തണ്ടൂലം, എണ്ണ, പൂന്തേൻ, തേൻ ഇവ യോജിപ്പിച്ച് കണ്ണുകളിൽ ഒഴുക്കുന്നത് ദീപനപ്രദമാണ്. ചടകപ്പക്ഷി, പാരാവതമെന്ന പ്രാവ് ഇവയുടെ പുരീഷവും നാൽപ്പാമരത്തൊലിക്കരിയും പ്രസന്നാമധ്യവും കൂട്ടിയ അഞ്ജനവും നന്ന്. ഈ അഞ്ജനം കണ്ണിലെഴുതിയ ഗജം പോരിൽ ശത്രുക്കൾക്ക് പരാജയം വരുത്തും. നീലോൽപ്പലം, മുത്തങ്ങ, തകര ഇവ അരിക്കാടിയിലരച്ച് കണ്ണിൽ നിറയ്ക്കുന്നതും ഉത്തമമത്രേ. ആനകൾക്ക് നഖം വളർന്നാൽ മാസത്തിലൊരിക്കൽ നഖം മുറിക്കണം. മാസത്തിലൊരിക്കൽ എണ്ണ തേപ്പിക്കുകയും വേണം. ആനപ്പന്തിയിൽ അവയ്ക്ക് കിടക്കുന്നതിന് ചാണകവരളി കൊണ്ടും പൊടികൾ കൊണ്ടും ശയ്യയിട്ട് കൊടുക്കണം. ശരൽക്കാലത്തും ഗ്രീഷ്മർത്തുവിലും നെയ് കൊണ്ട് സേകം ചെയ്യുന്നതും നല്ലതാണെന്ന് അഗ്നിപുരാണം 287 അധ്യായത്തിൽ പരാമർശിക്കുന്നു.